ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളിൽ മിക്ക ആൾക്കാരും തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണല്ലേ. സോ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി ഇഷ്യൂസ് നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് ചിലപ്പോൾ ക്ലീൻ ഉണ്ടാവില്ലായിരിക്കും, ടോയ്ലറ്റ് ഭയങ്കര വൃത്തിഹീനമായിരിക്കും. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഇഷ്യൂസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈറ്റ് വർക്കിംഗ് ഉണ്ടാവില്ല, ഫാൻ വർക്കിംഗ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പാസഞ്ചേഴ്സ് ചിലപ്പോൾ മിസ്ബിഹേവ് ചെയ്തു എന്ന് വരും. അതേപോലെ തന്നെ തെഫ്റ്റ്, റോബറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നടന്നു എന്നുണ്ടാവും. സോ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരു കംപ്ലൈൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെങ്ങനെയാണ് ഫോർവേഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. സോ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗോ. ഇത് രണ്ട് രീതിയിലൂടെ നമുക്കിത് കംപ്ലൈൻറ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് വയ ഫോൺ എന്ന് പറയുമ്പം നമുക്ക് ഡയറക്റ്റായിട്ട് 139 എന്നുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിൽ, ഇപ്പം എല്ലാ റെയിൽവേ കോച്ചസിലും അത് പേസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. 139 എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ. ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് നമ്മൾ ഡയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഓരോ ഈ പറയുന്ന പോലെ എയർടെൽ, BSNL എന്നൊക്കെ പറയുന്ന ആ ഒരു കമ്പനിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്, കസ്റ്റമർ കെയറിലേക്ക്, അതേപോലെ തന്നെ ആയിരിക്കും ഇതിലേക്കും. സോ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറയും. എന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഫോണിലൂടെ നമുക്ക് സംഭാഷണം നടത്താൻ പറ്റും. അത് ഒന്നാമത്തെ. രണ്ടാമത്താണ്, നമ്മൾ ത്രൂ ഓൺലൈൻ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ രീതിയാണ് നമുക്ക് ഗൂഗിൾ ക്രോം വഴി railmadad.indianrailways.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് പോയിന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വഴിയാണ്, അതിനകത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, റെയിൽ മദത് എന്നാണ് ആ ആപ്പിൻ്റെ പേര്. നമുക്ക് അതിനകത്ത് പോയിന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇതേ രീതിയിൽ തന്നെ ഗൂഗിൾ ക്രോമിൽ എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ പേജ് വരുന്നത്. അതിനകത്ത് നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ക്രോമിലേക്ക് പോകാം. ക്രോമിൽ പോയിട്ട് റെയിൽ മദത് ഉണ്ട്. റെയിൽ മദത് തുറന്നു, ഇന്ത്യൻ റെയിൽവേ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് OTP വരും. OTP വരുമ്പം അത് അതിനകത്തേക്ക് എൻ്റർ ചെയ്യണം. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ നമ്മൾ നമ്മുടെ PNR, നമ്മളിപ്പോൾ റിസർവ്ഡ് കോച്ചിലാണ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ PNRും, അൺറിസർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ UTSും കൊടുക്കാം. സോ PNR നമ്മൾ കൊടുക്കണം, നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഏത് ടൈപ്പിലുള്ള കംപ്ലയിൻ്റ് ആണെന്ന് ആദ്യം നോക്കുക. ഇപ്പം മെഡിക്കൽ അസിസ്റ്റൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി, RPF റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തെഫ്റ്റ്, അതേപോലെ തന്നെ എന്തെങ്കിലും മിസ്ബിഹേവിയർ ആയിട്ട് നമ്മൾ സേഫ്റ്റി റിലേറ്റഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫെസിലിറ്റീസ് ഫോർ വിമൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഫെയിലർ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ കോച്ച് ക്ലീൻലിനെസ്, പങ്ക്ച്വാലിറ്റി, വാട്ടർ, ചിലപ്പം കോച്ചിൽ വാട്ടർ ഉണ്ടാവില്ലായിരിക്കാം. അങ്ങനെയുള്ള കേസൊക്കെ നമുക്കിതിനകത്തേക്ക് കൊടുക്കാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് കോച്ച് ക്ലീൻലിനെസ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് സബ് ടൈപ്പും ഏതാണ്, ടോയ്ലറ്റാണോ ക്ലീൻ ഇല്ലാത്ത, അല്ലെങ്കിൽ വാഷ് ബേസിനാണോ, അല്ലെങ്കിൽ ചിലപ്പം കോക്രോച്ച്, റോഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നൊന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ടോയ്ലറ്റ്സ് കൊടുക്കുന്നു. പിന്നെ ഇൻസിഡൻറ്റ് ഡേറ്റ്, എന്നാണ് സംഭവിച്ചത്, അപ്പം ആ ഒരു ഇൻസിഡൻറ്റ് ഡേറ്റ് നമ്മൾ കൊടുക്കുന്നു. പിന്നെ അപ്ലോഡ് ഫയൽ, ആ ഒരു ഓപ്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട്
എന്താണ് ക്ലീൻ ഇല്ലാത്തത് അല്ലെങ്കിൽ എവിടെയാണ് പ്രോബ്ലം, ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു അപ്ലോഡ് ഫയൽ എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഗ്രീവൻസ് ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് ആ ഒരു കംപ്ലയിൻറ്റ് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കൊടുക്കണം. എന്താണ് ഏത് ഭാഗത്തുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോയ്ലറ്റാണ് കംപ്ലയിൻറ്റ്, മീനിങ് ക്ലീൻ ഇല്ലാത്തതെന്നുണ്ടെങ്കിൽ ഏത് ടോയ്ലറ്റാണ്, ഏത് സൈഡിലുള്ളതാണ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. സോ ഇതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. ഓക്കെ, നമ്മൾ കംപ്ലയിൻ്റ് എല്ലാം ചെയ്തു. വൺസ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയതിനു ശേഷം വാട്ട് നെക്സ്റ്റ്, അതിന് ശേഷമുള്ള പ്രൊസീജിയർ എന്താണ്? വൺസ് കംപ്ലയിൻ്റ് രജിസ്റ്റർ ആയെന്ന് വെച്ചാൽ അത് നേരെ പോകുന്നത് റെയിൽവേൻ്റെ തന്നെ ഒരു കംപ്ലയിൻറ്റ് സെൻറ്റർ ഉണ്ട്, ഒരു വലിയൊരു നെറ്റ്വർക്കാണ്. അതിലേക്കാണ് ഇത് പോകുന്നത്. അവിടെ പോയിട്ട് അതിനെ ഫിൽട്ടർ ചെയ്യും. എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നത്? ആരാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത്, എവിടെ നിന്നാണ് വന്നത്, ഏത് സ്റ്റേഷനിൽ നിന്നാണ് വന്നത്, അയാൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകുമായിരുന്നു, അതേപോലെ തന്നെ ഏത് കോച്ചാണ്, ഏത് ട്രെയിനാണ്, അങ്ങനെയുള്ളതെല്ലാം ഫിൽട്ടർ ചെയ്യും. അത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ കംപ്ലയിൻറ്റ് സെല്ലുണ്ട്, ചെറിയ കംപ്ലയിൻറ്റ് സെല്ല് കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിവിഷനിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടറായിട്ട് ഓരോ കംപ്ലയിൻറ്റ് സെല്ലുണ്ട്. അവിടേക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ഇത് അങ്ങോട്ടേക്ക് പോകും. അങ്ങോട്ടേക്ക് പോയതിന് ശേഷമാണ് അത് ഓരോ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇപ്പം എനിക്ക് കുറേ കംപ്ലയിൻറ്റ് വരാറുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് മൈസൂർ കംപ്ലയിൻറ്റ് സെല്ലിൽ നിന്ന് എനിക്ക് വരുന്ന സാധനമാണ്. അപ്പം നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പോയിട്ട് അറ്റൻഡ് ചെയ്യണം. ഞാനും എൻ്റെ സ്റ്റാഫും കൂടെ പോയിട്ട് ഏതാണ് പാസഞ്ചറിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കംപ്ലയിൻറ്റ് സെല്ലിലേക്ക് ഞാൻ വിളിച്ച് പറയും അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പം കംപ്ലയിൻറ്റ് സെല്ല് ജസ്റ്റ് പാസഞ്ചറിനെ വിളിച്ച് ചോദിക്കും ഓക്കെ ആണോ, സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന്. സോ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. സോ ഈ ഒരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. ബൈ.